എന്നാൽ നമ്മുടെ ഇഷ്ടം നടത്താൻ വേണ്ടി ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാട്ട് യു മീൻ? അപ്പൊ എന്റെ ഇഷ്ടമല്ല നടത്താനായിട്ട്. അപ്പൊ ഞാനൊരു ജോലിക്കാരനെ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ ഞാൻ ജോലിക്ക് വെച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്, എന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്റെ ഇഷ്ടം നടത്തിത്തരാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ദൈവം നമ്മുടെ വേലക്കാരനാണെന്ന്. അല്ല എന്നതോ നമ്മൾ പെട്ടെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ വേലക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷേ കർത്താവ് എന്റെ ഇഷ്ടം നടത്തിത്തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ചിന്ത, നമ്മുടെ ഇഷ്ടമൊക്കെ നടത്തിത്തരാൻ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്, ഇല്ലേ? നമ്മുടെ ഇഷ്ടം നടത്തിത്തരാനായിട്ട്. ദെൻ വി കോൾ ഹിം ലോർഡ്. നോർമലി ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇഫ് യു കോൾ ഹിം ലോർഡ്, then you cannot ask something or ask God to do this. Do Lord and do Lord എന്ന് പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. Do Lord, അത് നടക്കത്തില്ല. അത് രണ്ടും കൂടെ ചേരത്തില്ല. No Lord എന്നും ചേരത്തില്ല. കാര്യം ലോർഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ യജമാനനെ എന്നാ വിളിക്കുന്നല്ലേ, ഉടമസ്ഥനെ, യജമാനനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടമസ്ഥന്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ. നമ്മുടെ ജോലിക്കാരെന്തോ രാവിലെ, ഇപ്പോഴത്തെ ജോലിക്കാരുടെ കാര്യമൊക്കെ പോട്ടെ, ആ ജോലിക്കാരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയോസ് എന്ന് പറയുന്ന വാക്ക്, അതിന്റെ വിപരീത പദം ഡൂലോസ് എന്നുള്ളതാണ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമയാണ്. അപ്പൊ ഞാൻ അടിമയും യേശു ഉടമയുമാണ്. അപ്പൊ അടിമയുടെ പ്രത്യേകത, അവന് യാതൊരു പ്രിവിലേജസും ഇല്ലാത്തവൻ, അവന് യാതൊന്നും ചെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ല. ഒരു അടിമ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അയാൾ രാവിലെ വന്നിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് വന്ന് ഒരു 16 കൂട്ടം കാര്യങ്ങൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നതാണോ അടിമ? അല്ല, അല്ലേ? അടിമ വന്ന് ചോദിക്കുന്നത്, സർ വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? യജമാനനെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേന്നാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധി ചെന്ന് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ലോഡായി പോകും. നീ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകും കർത്താവ്. നീ ചെയ്യരുതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമ്മളാണ് വാസ്തവത്തിൽ ലോഡ്. ലോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ യെസ് ലോഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. വേറെ ഒരു വാക്കും അതിനോട് ചേരത്തില്ല. യജമാനനെ എന്നുള്ള വാക്കിനോട് ചേരുന്ന ഒരു വാക്കേ ഉള്ളൂ, യെസ്, യെസ് ലോഡ്, യെസ്. കർത്താവേ അരുളി ചെയ്താലും അടിയൻ കേൾക്കുന്നു, സംസാരിച്ചാലും ഞാനത് കേൾക്കാം, ഞാനത് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ വലിയൊരു ലിസ്റ്റും കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്ന കർത്താവ് ഇതിന്റെ താഴെ ഒരു ഒപ്പിട്ടേക്കണമെന്നാണ്. എപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം അതാണ്. നമ്മൾ പലചരക്കടയിൽ, ഇവിടെയൊക്കെയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം കൊടുക്കുന്നത്. ഞങ്ങളോടൊക്കെ ഈ പലചരക്കടയിൽ നമ്മൾ ലിസ്റ്റ് കൊടുത്തേച്ച് പോവാം. ജെസിയൊക്കെ അങ്ങനെയാ. റബ്ബർ വിൽക്കാൻ പോകുമ്പം അവള് ഒരു നീണ്ട ഒരു ലിസ്റ്റും കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കടയിലെ ചെറുക്കൻ്റെ കയ്യിലോട്ട് ഈ ലിസ്റ്റ് കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബർ വിറ്റേച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ സാധനമെല്ലാം എല്ലാം എടുത്ത് നല്ല ക്ലീനാക്കി എല്ലാം തൂക്കി വെച്ചേക്കണം. അതിന്റെ പൈസയും കൊടുക്കും. നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് സാധനമൊക്കെ അവൻ തന്നെ കയറ്റി വെച്ച് തരും. നമ്മളിങ്ങനെ പോരുകയാണ്. ഇതുപോലെ കർത്താവിന്റെ അടുത്തൊരു നീണ്ട ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളുടെ നീണ്ട ഒരു ലിസ്റ്റുമായിട്ട്. എന്നിട്ട് പറഞ്ഞ കർത്താവെ ഞാൻ അങ്ങോട്ടൊന്ന് മാറിയിട്ടൊക്കെ വരാം, അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നേക്കണം. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ചില ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഒന്നുകൂടെ ഓർക്കാൻ നല്ലതാണ്. ട്യൂസ്ഡേ മോർണിംഗ് വിൽ ബി ഓക്കെ എന്ന് പറഞ്ഞൊരു കാർട്ടൂണുണ്ട്, ഞാൻ പറഞ്ഞ ഒരു പ്രാവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച രാവിലെ വലിയൊരു ലിസ്റ്റുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ദൈവത്തിൽ പറയാണ്, വായിച്ചു നോക്കിയപ്പോൾ ചില ലിസ്റ്റിന് ചില നീളം കൂടുതലാണ്, നീ തന്നെ അങ്ങ് തോന്നി. അതുകൊണ്ട് പറഞ്ഞ കർത്താവെ ചില നീണ്ട ലിസ്റ്റ് ആയി പോയി, ഇതെല്ലാം ഇപ്പം മൺഡേ മോർണിംഗ് തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. ട്യൂസ്ഡേ മോർണിംഗ് വിൽ ബി ഓക്കെ, പക്ഷെ മുഴുവൻ വേണം. ഏത് ചില സമയം ഞാൻ തരാം. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുന്നത് നമ്മുടെ ഇഷ്ടവുമായിട്ടാണ്. നമ്മുടെ ഇഷ്ടവുമായിട്ട് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ നമ്മൾ അവനെ കർത്താവെന്ന് വിളിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ലെറ്റ് ദൈ വിൽ ബി ഡൺ എന്നുള്ളതല്ലാതെ ലെറ്റ് മൈ വിൽ ബി ഡൺ എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവെന്ന് വിളിക്കുന്നതിന് പകരം യജമാനനെ എന്ന് വിളിക്കാൻ നമുക്കുള്ള നമ്മുടെ യോഗ്യത നമുക്കില്ലാതെയായി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഇഷ്ടം നിർവഹിക്കപ്പെടുവാനുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകരുത്. എന്നാൽ കുറച്ച് ആത്മീയമൊക്കെ കൂടുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്നത്, കർത്താവ് എനിക്കറിയാം, ഞാൻ പലയിടത്ത് വായിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ അനുസരിച്ചും വേദോസിലൊക്കെ പഠിച്ചപ്പോഴെല്ലാം മനസ്സിലായത് എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ് നിർവഹിക്കപ്പെടേണ്ടതെന്നാ അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിന്റെ ഇഷ്ടം ഇച്ചിരി കട്ടിയാ. അതുകൊണ്ട് കർത്താവെ ചേഞ്ച് ദൈ വിൽ, നിന്റെ ഇഷ്ടമൊന്ന് വ്യത്യാസപ്പെടുത്തണേ. ഇതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. സോ ലെറ്റ് മൈ വിൽ ബി ഡൺ, അതാണ് നമ്മുടെ നോർമൽ പ്രെയർ. രണ്ടാമത്തെ പ്രാർത്ഥന ആത്മീയം കൂടുമ്പോൾ നമ്മൾ പറയുന്നതെന്നറിയാമോ? കർത്താവെ ഞാൻ എന്റെ ഇഷ്ടത്തിന് വേണ്ടി അത് അങ്ങനല്ലല്ലോ, നമ്മൾ ദൈവമക്കളല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടം എന്നൊക്കെ പറയാൻ പറ്റുമോ? കർത്താവ് വലിയ എല്ലാം തീരുമാനിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ചില നല്ല വാചകങ്ങൾ, കർത്താവ് വലിയ എല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ കർത്താവ് അങ്ങ് തീരുമാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് ഇവിടെ അത്രയുമൊക്കെ താങ്ങാനുള്ള കഴിവില്ല. അതുകൊണ്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എന്നെ കൊണ്ട് അത്രയൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ചേഞ്ച് ദൈ വിൽ. ചേഞ്ച് ദൈ വിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് മൈ വിൽ ബി ഡൺ എന്ന് പറയുന്നതിന്റെ മറ്റൊരു വേർഷൻ ആണെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കാര്യം കർത്താവിനോട് നമ്മൾ പറയുന്നത്, കർത്താവെ എന്റെ ഇഷ്ടം പോലെ നിന്റെ ഇഷ്ടവും ആകുമാറാകട്ടെ എന്നാണ്. എന്റെ ഇഷ്ടം പോലെ നിന്റെ ഇഷ്ടവും ആകുമാറാകട്ടെ. അതായത് ദൈവത്തെ വ്യത്യാസപ്പെടുത്താനാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം വ്യത്യാസപ്പെടുത്താൻ.
പക്ഷെ അത് ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. അതിനാണ് നമ്മൾ പലപ്പോഴും പെർമിസീവ് വിൽ എന്നൊക്കെ പറയുന്നത്. പെർമിസീവ് വിൽ, കഴിഞ്ഞ പ്രാവശ്യം ഏജഹോളി വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. there is only one will, that is the perfect will of God. അതിനെ വളച്ചൊടിച്ച് പെർമിസീവ് വിൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. അതൊന്നും ഒരു ബിബ്ലിക്കൽ പാറ്റേൺ ഒന്നുമല്ല. എന്തോന്ന് പെർമിസീവ് വിൽ? നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലാത്തതിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു ലൊട്ടിലൊടുക്ക് പരിപാടിയാണ് ദൈവത്തിന്റെ പെർമിസീവ് വിൽ എന്നൊക്കെ പറയുന്നത്. നോ, there is only one will, God's will, it is perfect will. അല്ലെ? നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള ദൈവഹിതം, പെർഫെക്റ്റ്. there is only one will. അപ്പൊ ആ വില്ലിന് വേണ്ടിയായിരിക്കണം, അവന്റെ വില്ലിന് വേണ്ടി. അതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ലോർഡ് ലെറ്റ് ദൈ വിൽ ബി ഡൺ. സോ ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? ലെറ്റ് മൈ വിൽ ബി ഡൺ. രണ്ടാമത്തത് ലോർഡ് ചേഞ്ച് ദൈ വിൽ. മൂന്നാമത്തേത് എന്താണ്? ലോർഡ് ലെറ്റ് ദൈ വിൽ ബി ഡൺ. അവന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടുമാറാകട്ടെ. ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടാനായിട്ട് എന്നെ നീ സഹായിക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. മാനുഷികമായി നമുക്ക് ഇതൊക്കെ നിർവഹിക്കാൻ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. അറ്റ് ദ സെയിം ടൈം ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവം അതിനെ തീർച്ചയായിട്ടും സഹായിക്കും. അതിന് യാതൊരു സംശയമില്ല. അത് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 42-ഉം 43-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് 41-ാം വാക്യത്തില് താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്ക്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, അവിടെ മനസ്സുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നിനക്ക് കഴിയുമെങ്കിൽ എന്നല്ല, കഴിയും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. കഴിവല്ല ഇവിടുത്തെ വിഷയം. ദൈവത്തിന് കഴിയാത്തത് കൊണ്ടല്ല ദൈവം ഒരു കാര്യവും ചെയ്യാതിരിക്കുന്നത്. നമ്മൾ കർത്താവിനടുത്ത് എന്ന് ചോദിക്കുന്നതിനകത്ത് കർത്താവ് നിനക്ക് കഴിയുമെങ്കിൽ എന്ന് പറയേണ്ട കാര്യമില്ല. യെസ്, ഗോഡ് ക്യാൻ. പക്ഷെ അതാണോ ദൈവത്തിന്റെ ഇഷ്ടം? ഇതാണ് ചോദ്യം. ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കപ്പെടാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ദാനിയേലിന്റെ പ്രവചനം വായിക്കുമ്പോൾ ഹനനയ, മിസായേൽ, അസറയ, ആ 3 ദൈവ ഭൃത്യന്മാരായ യുവാക്കൾ അവരെന്താണ് നെബൂഖദ്നേസറിനോട് പറയുന്നത്? രാജാവേ, നീ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ നമസ്കരിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. വി വിൽ നെവർ ഡു ദാറ്റ്. ഞങ്ങൾ ഒരിക്കലും ഈ വിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല. നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. അഥവാ അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. യെസ്, our God is able to redeem us from your hands, but it is up to God to decide whether he should do that. അതങ്ങനെ ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനല്ല, ഞങ്ങളല്ല. ദൈവത്തിന് കഴിയും, പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യത്തില്ല. കർത്താവേ അത് ചെയ്യണമേ, കർത്താവേ ചെയ്തേ മതിയാകും കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവ് അത് ഞങ്ങൾക്ക് വി കനോട്ട്. അതുകൊണ്ട് ദൈവത്തിന് കഴിയും, പക്ഷേ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന്, വേറെ രീതി പറഞ്ഞാൽ ഞങ്ങളുടെ മരണത്തിൽ നിന്ന്, തീയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഞങ്ങൾ ആർക്ക് കൊടുത്തിരിക്കുന്നു? ദൈവത്തിന് കൊടുത്തിരിക്കുന്നു. അത് വാസ്തവത്തിൽ ലെറ്റ് ദൈ വിൽ ബി ഡൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാതെ ചുമ്മാ കർത്താവേ നിന്റെ ഇഷ്ടം പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തണേ കർത്താവേ, നിന്റെ ഇഷ്ടം നടത്തണേ കർത്താവേ എന്ന് 2 പ്രാവശ്യം കണ്ണടച്ച് പറയുന്നതല്ല. എന്താണ്? മരണത്തിന്റെ കാര്യത്തിൽ പോലും എന്താണ്? നമുക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം ദൈവത്തിന് കൊടുക്കുന്നതാണ്. അതാണ് വാസ്തവത്തിൽ ദൈവ ഇഷ്ടം എന്നിൽ നിർവഹിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ഉള്ള അതിനകത്തെ കാര്യം. അത് എന്റെ വില്ലിലാണ്. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഫീലിംഗിന്റെ ലോകത്തിലല്ല ഉരുവാകുന്നത്. പ്രത്യേകത എവിടെയാണ്? നമ്മുടെ വില്ലിന്റെ ലോകത്തിലാണ്. പ്രാർത്ഥിക്കാൻ തോന്നുമ്പം പ്രാർത്ഥിക്കുക, തോന്നുമ്പം പ്രാർത്ഥിക്കണം, അത് വേറെ കാര്യം. തോന്നിയില്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം പ്രാർത്ഥന എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വില്ലിന്റെ തലത്തിലാണ്. എന്നതുപോലെ നമ്മുടെ വൊളീഷന്റെ തലത്തിൽ നമ്മൾ പറയുകയാണ്, ഞാൻ പൂർണ്ണമായും ദൈവഹിതം നിർവഹിക്കപ്പെടുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെങ്കിലും, ഒരുപക്ഷെ എന്റെ മരണമാണെങ്കിൽ പോലും. അപ്പൊ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ളവനോട് അവൻ ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിച്ചു. അല്ലെ? ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥന കഴിച്ചു. വെരി ഗുഡ്. പക്ഷേ എന്തോ സംഭവിച്ചത്? മരിച്ചു. അതാ വ്യത്യാസം. യേശു പ്രാർത്ഥനയുടെ വലിയൊരു നമുക്ക് വലിയൊരു മാതൃകയാണ്. എന്താണ് മാതൃക? പിതാവിന്റെ സന്നിധിയിൽ ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥന കഴിച്ചു. എന്ത്? മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവന്. കർത്താവ് പ്രാർത്ഥിച്ചു, കർത്താവേ നിനക്ക് ഹിതമാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ, എന്നെ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ നീ കൽപ്പിക്കണം. അല്ലേ? പോയോ? ഇല്ല. അതാണ് നമ്മൾ ദൈവത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ
എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ ദൈവഹിതത്തിന് വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണമായും ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു പറയുന്നതിനകത്ത് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ അർത്ഥമൊന്നുമില്ല, വെറുതെ പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. യേശു പറഞ്ഞു, യെസ്, ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ്. ഓഫ് കോഴ്സ് ഐ ഹാവ് എ ഡിസയർ. എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എന്റെ മനസ്സിലോ അല്ലെങ്കിൽ മേ ബി ഹ്യൂമൻലി സ്പീക്കിംഗ് എന്തോ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഒരുപക്ഷെ ദൈവികതയിൽ അവനൊരു പക്ഷേ ദൈവികതയിലും ആയിക്കോട്ടെ, ഒരുപക്ഷെ ദൈവികതയിൽ അവൻ പറയുകയാണ്, കർത്താവേ, ഈ പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല. പക്ഷേ എന്റെ ഹിതമല്ല, നിന്റെ ഹിതം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ വൊളീഷന്റെ തലത്തിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു? അവൻ തീരുമാനമെടുത്തത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, അതിന് താഴെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. നോക്ക്, തീരുമാനമെടുക്കാൻ നേരം ദൂതൻ വന്നില്ല. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവഹിതത്തിന്റെ നിർവഹണം അവനിൽ നടക്കേണ്ടതിന്, അവനെ ശക്തീകരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ്. നമ്മൾ പലപ്പോഴും തീരുമാനമെടുക്കാൻ ദൂതനെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ തീരുമാനമെടുക്കാനായിട്ട് ദൂതൻ വരത്തില്ല. തീരുമാനമെടുക്കുന്നത് ഞാൻ തന്നെയാണ്. എന്താ തീരുമാനം? ഒരുപക്ഷെ മരണമാണെങ്കിൽ പോലും ദൈവഹിതത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്റെ ഇഷ്ടം ഒരുപക്ഷെ മരണം നടക്കരുതെന്നാണ്. ആർക്കാ മരിക്കാൻ എത്ര വലിയ താല്പര്യം? ഇല്ലേ? അങ്ങനെ മരിക്കാനങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും നമ്മുടെ കൂട്ടത്തിൽ കാണുമോ? എനിക്കറിയത്തില്ല. ഭയങ്കര ഇഷ്ടം ചിലപ്പോൾ കാണുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഇന്ന് നീ മരിക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, ഞാൻ ഒന്ന് മരിച്ചു കിട്ടാൻ. എന്നൊന്നും ആരും അങ്ങനെ പറയത്തൊന്നുമില്ല. നമുക്കെല്ലാം എന്നുണ്ട്, എന്താ, കുറച്ചാളൊക്കെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷേ മരിക്കണോ ജീവിക്കണോ എന്ന് തീരുമാനമെടുക്കുന്നത് ദൈവമായിക്കൊള്ളട്ടെ എന്ന് പറയേണ്ടത് ഞാൻ എന്റെ വില്ലിലാണ്. ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിർവഹിക്കപ്പെടാനായിട്ട് ദൈവത്തെ ഭരമേൽപ്പിക്കുന്നത് വൊളീഷന്റെ തലത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ദൈവഹിതം എന്നിൽ നിർവഹിക്കപ്പെടേണ്ടതിന് മാനുഷികമായി എനിക്ക് ശക്തിയില്ലെങ്കിൽ എന്നെ ശക്തീകരിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയക്കാനും ദൈവത്തിന് മടിയുണ്ടാകത്തില്ല. പക്ഷെ തീരുമാനമെടുക്കാൻ നമ്മൾ തന്നെ തീരുമാനമെടുത്തേ പറ്റുള്ളൂ. വെൻ വി ഡിസൈഡ്, ഗോഡ് വിൽ സ്ട്രെങ്തൻ us. അതാണ് പ്രാർത്ഥനയിൽ ഓർക്കേണ്ട കാര്യം. അവന്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് അപേക്ഷിച്ചാലും അത് അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നാം അറിയുന്നു. ബിക്കോസ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. സോ വി നീഡ് ടു നോ വെദർ ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ എടുക്കേണ്ട, അല്ലെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ അറിയേണ്ടതായ കാര്യമാണ് എന്ത്? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവത്തിന്റെ ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളത്. ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ സന്നിധി ചെന്ന് പറയുന്നതിനകത്ത് യാതൊരു പ്രശ്നമില്ല, ദൈവം നമ്മളെ തല്ലിക്കൊല്ലത്തൊന്നുമില്ല. പക്ഷെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ എനിക്ക് എന്റെ ഒരു ആഗ്രഹം ദൈവത്തിന്റെ സന്നിധി ചെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തോ ബന്ധമോ നമുക്ക് തമ്മിലുള്ളത് അല്ലേ? ഓഫ്കോഴ്സ് ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്ത് ആഗ്രഹങ്ങളും ദൈവത്തിന്റെ അടുത്ത് എന്ന് പറയാം, അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ എന്റെ ആഗ്രഹങ്ങൾ അഥവാ എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് നല്ലതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും ദൈവം എന്ത് ചെയ്യുന്നു? അവന്റെ ഇഷ്ടം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ദൈവം ഒരുക്കമുള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയിൽ എന്റെ ഇഷ്ടം അവനോട് പറയുമ്പോൾ തന്നെ ഞാൻ എന്ത് പറയണം? കർത്താവേ, ഞാനിത് എന്റെ ആഗ്രഹം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ എന്ന് തീരുമാനമെടുക്കാനുള്ള, അതായത് എന്റെ ഭാവിയെക്കുറിച്ച്, എന്റെ പരിതസ്ഥിതികളെക്കുറിച്ച്, എന്റെ ജീവിതത്തെക്കുറിച്ച്, എന്റെ ജീവനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ അധികാരം ഞാൻ ദൈവത്തിന് കൈമാറുകയാണ്. അങ്ങനെ കൈമാറി കഴിയുമ്പോൾ ദൈവം നമ്മളോട് പറയും എന്താണ് നമ്മുടെ ഇഷ്ടമെന്ന്, ദൈവത്തിന്റെ ഇഷ്ടമെന്ന്. നമ്മുടെ ഇഷ്ടമല്ല, എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം. അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ നമുക്ക് തുടർമാനമായി പ്രാർത്ഥിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.